നമസ്കാരം, ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2024 കന്നിമാസത്തിൽ മേടം മുതൽ കന്നി വരെയുള്ള രാശിയിലെ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. തുലാം മുതൽ മീനം വരെയുള്ള രാശിയിലെ നക്ഷത്രക്കാരുടെ മാസഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. ഇടവത്തിൽ ഗുരു, മിഥുനത്തിൽ കുജൻ ഒക്ടോബർ 20 കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കും. ചിങ്ങത്തിൽ ബുധൻ സെപ്റ്റംബർ 23 കന്നിയിലേക്ക് സഞ്ചരിക്കും. കന്നിയിൽ രവി, ശുക്രൻ. രവി ഒക്ടോബർ 16 തുലാമിലേക്ക്, ശുക്രൻ സെപ്റ്റംബർ 18 തുലാമിലേക്ക്, ഒക്ടോബർ 13 വൃശ്ചികത്തിലേക്കും സഞ്ചരിക്കും. ശനി കുംഭത്തിൽ, സർപ്പൻ മീനത്തിൽ, കേതു കന്നിയിൽ. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം അറിയാൻ കഴിയും. ആദ്യമായി തുലാൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. ചിത്തിരയര, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ട്രാൻസ്ഫറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 12 രവിയും 9 കുജനും നല്ല ഫലങ്ങളല്ല തരുന്നത്. 12 രവി അധിക ചെലവുകളും കാര്യതടസ്സവും ഉണ്ടാക്കും. 9 ചൊവ്വ മാനസിക ശാരീരിക പീഡകൾ ഉണ്ടാക്കും. പക്ഷേ രാശ്യാധിപനായ ശുക്രൻ മാളവ്യ യോഗത്തോടുകൂടി ബലവാനായി നിൽക്കുന്നതുകൊണ്ട് തുലാം രാശിക്കാർക്ക് സമ്പത്തും ആരോഗ്യവും ആർഭാട ജീവിതവും നൽകുന്ന സമയമാണ്. 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പ്രശംസയും സമ്പദ് സമൃദ്ധിയും ബന്ധുസ്നേഹവും നൽകും. ഈ സമയത്തെ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും വളരെ മെച്ചമായ അനുഭവങ്ങൾ ഉണ്ടാകും. 7ാം ഭാവാധിപൻ 9 സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങൾ ലഭിക്കും. ഷെയർ ബിസിനസ്സുകാർക്കും റിയൽ എസ്റ്റേറ്റുകാർക്കും വളരെ നേട്ടങ്ങളുടെ സമയമാണ്. സന്താനങ്ങളുടെ വിവാഹാവശ്യങ്ങൾക്കോ കുട്ടികളുടെ പഠനത്തിനോ വേണ്ടി പണം കൂടുതൽ ചിലവാകും. ബന്ധുക്കൾക്ക് വീട്ടിൽ സൽക്കാരങ്ങൾ നടത്തും. ദൂരയാത്രകൾ വേണ്ടി വരും. രോഗാവസ്ഥയിൽ കിടന്നിരുന്നവർക്ക് രോഗമുക്തി ഉണ്ടാകും. വ്യാഴം അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വ്യാഴപ്രീതി നടത്തണം. സെപ്റ്റംബർ 23 ശേഷം ബുധൻ 12ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും. കാര്യവിഘ്നവും ചിലവുകളും പ്രതീക്ഷിക്കാം. പക്ഷേ എല്ലാം ശുക്രൻ്റെ ജന്മത്തിലെ സ്ഥിതി മാറ്റിമറിക്കും. ദമ്പതികൾക്ക് സമയം വളരെ നല്ലതാണ്. പ്രണയിക്കുന്നവർക്ക് സമയം മധ്യമമാണ്. വ്യാഴത്തിനും ചൊവ്വയ്ക്കും പ്രീതി വരുത്തണം. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപായസവും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നടത്തുക. അടുത്തതായി വൃശ്ചികൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. വിശാഖങ്കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. 10ാം ഭാവാധിപനായ രവി 11 സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മകാരകനായ രവി കർമ്മസ്ഥാനത്ത് വലിയ ഉയർച്ചയും ധനസമൃദ്ധിയും ഉണ്ടാക്കും. തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നവർക്ക് തിരികെ തൊഴിൽ പ്രവേശിക്കാൻ പറ്റും. ഉന്നത സ്ഥാനങ്ങളും പദവികളും സന്താന ഗുണവും ലഭിക്കുന്ന സമയമാണ്. 10ലും 11ലുമായി സഞ്ചരിക്കുന്ന ബുധൻ നിങ്ങളെ വിദ്വത്വവും സുഖവും സമ്പത്തും സദസ്സുകളിൽ ശോഭിക്കുന്നവനുമാക്കി തീർക്കും. ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കും കീർത്തി ലഭിക്കുന്ന സമയമാണ്. 10ലെ ബുധൻ നിങ്ങളെ നല്ല കച്ചവടക്കാരനാക്കും. കാവ്യം, സാഹിത്യം, കണക്ക് എന്നിവയിൽ കഴിവ് കാണിക്കും. വക്കീലന്മാർ, അധ്യാപകർ, പ്രാസംഗികർ, കലാകാരന്മാർ എന്നിവർക്ക് ഉയർച്ചയുടെ സമയം തന്നെയാണ്. 11ലെ ബുധൻ ആരോഗ്യവും വ്യവസായത്തിൽ ഉയർച്ചയും കാണിക്കുന്നുണ്ട്. ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും സമയം മെച്ചമാണ്. ഇവർക്ക് ആർഭാട ജീവിതവും ഉല്ലാസയാത്രകളും ഉണ്ടാകാനുള്ള അവസരം കാണുന്നു. വിവാഹാലോചന നടത്തുന്നവർക്ക് ഇഷ്ടപ്പെട്ട വിവാഹം നടത്താൻ കഴിയും. 8ലെ ചൊവ്വ ചെറിയ അസുഖങ്ങൾ ഉണ്ടാക്കും. 7ലെ വ്യാഴം നല്ല സാമ്പത്തികം വൃശ്ചിക രാശിക്കാർക്ക് നൽകും. കടം കൊടുത്തിരുന്ന പണം ചോദിക്കാതെ തന്നെ തിരികെ കിട്ടും. 4ലെ ശനി ദുർബുദ്ധി തോന്നിപ്പിക്കും. ദോഷപരിഹാരങ്ങൾക്കായി ശാസ്താവിന് നീരാഞ്ജനവും ദേവീക്ഷേത്രത്തിൽ ദർശനവും നടത്തുക. അടുത്തതായി ധനുരാശി. മൂലം, പൂരാട, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. 10ാം ഭാവാധിപനായ ബുധൻ 9ലും 10ലും സഞ്ചരിക്കുന്ന സമയമാണ്. ബുധൻ 10ൽ സഞ്ചരിക്കുന്ന സമയം കർമ്മം കൊണ്ട് പല നേട്ടങ്ങളും ധനവർദ്ധനവും ഉണ്ടാകും. കൂടാതെ 10ൽ നിൽക്കുന്ന രവി എല്ലാ പ്രവർത്തനങ്ങളിലും വിജയവും കീർത്തിയും യശസ്സും നൽകും. പിതൃ സ്വത്ത് ലഭിക്കും. വിധിയിൽ കീർത്തി ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് വിചാരിക്കുന്ന ജോലി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകൾ ലഭിക്കും. 10ലെ രവി ഓജസ്, തേജസ്, പ്രഭുത്വം, ഔന്നിത്യം, ധനം, സർക്കാർ ജോലി എന്നിവ നൽകും. ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. 11ലെ ശുക്രൻ ധനധാന്യ സമൃദ്ധിയും കുടുംബസുഖവും നൽകും. വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ ലഭിക്കും.
പലതരത്തിലുള്ള ദ്രവ്യലാഭങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. 7-ലെ ചൊവ്വ ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാക്കും, ശ്രദ്ധിക്കണം. സംസാരം സൂക്ഷിക്കണം. 6-ലെ ഗുരു ദൈവാധീനക്കുറവുണ്ടാക്കും. ശത്രുക്കൾ നിമിത്തവും കള്ളന്മാർ നിമിത്തവും ക്ലേശങ്ങൾ ഉണ്ടാകാം. അപവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. രേഖകളും പണവും നഷ്ടപ്പെടരുത്. ആരോഗ്യം മെച്ചമായിരിക്കും. വയറിന് ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യത കാണുന്നു. ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും സമയം മധ്യമമാണ്. കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവാനുഗ്രഹത്തിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനവും ശിവന് ധാരയും നടത്തുക. അടുത്തതായി മകരം രാശി. ഉത്തിരാടം, മുക്കാൽ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരം രാശി. കർമ്മഭാവാധിപനായ ശുക്രൻ രാജയോഗത്തോടുകൂടി ബലവാനായി കർമ്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. കർമ്മസ്ഥാനത്ത് കീർത്തിയും ധനവും പ്രസിദ്ധിയും എല്ലാം പ്രതീക്ഷിക്കാം. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനെ അത്ര നല്ല ഫലങ്ങളല്ല ഗോചരാൽ പറയുന്നത്. പക്ഷേ ഇവിടെ മാളവ്യ യോഗത്തോടു കൂടിയാണ് ശുക്രൻ നിൽക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രവി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കും. എങ്കിലും 6-ലെ ചൊവ്വയും 8-ലെ ബുധനും നല്ല ഫലങ്ങളാണ് നൽകുന്നത്. 6-ലെ ചൊവ്വ ധനധാന്യ ലാഭവും പ്രശസ്തിയും ആനന്ദവും ശത്രുപരാജയവും നൽകുന്നു. എല്ലാ കാര്യങ്ങളിലും വിജയവും നൽകും. 8-ലെ ബുധൻ കർമ്മസ്ഥാനത്ത് മേധാശക്തിയും പ്രസിദ്ധിയും പ്രതാപവും നൽകുന്നു. വിദ്യ കൊണ്ട് കീർത്തിയും ഉണ്ടാക്കുന്നു. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് വൻ വിജയങ്ങൾ പ്രതീക്ഷിക്കാം. വ്യാപാരികൾക്കും ഉദ്യോഗസ്ഥർക്കും വിജയങ്ങൾ തന്നെ. സാഹിത്യത്തിൽ അഭിരുചിയുള്ളവർക്ക് പ്രശംസകൾ ലഭിക്കും. 5-ലെ ഗുരു സർവ്വ ഐശ്വര്യങ്ങളും നൽകും. സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യമുണ്ടാകും. മേൽപ്പറഞ്ഞ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും 7-ര ശനിയുടെ അവസാനത്തെ പാദത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അധിക ചെലവുകൾ ഉണ്ടാകും. ഹോസ്പിറ്റൽ വാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് സമയം നല്ലതാണ്. ദമ്പതികൾക്ക് അത്ര നല്ല സമയമല്ല, മധ്യമമാണ്. ദോഷശമനത്തിനു വേണ്ടി ശാസ്താവിന് നീരാഞ്ജനവും ശിവന് ധാരയും നടത്തുക. അടുത്തതായി കുംഭൻ രാശി. അവിട്ടം, മര, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. 8-ൽ സഞ്ചരിക്കുന്ന രവിയും 5-ൽ സഞ്ചരിക്കുന്ന കുജനും നല്ല ഫലങ്ങൾ തരുന്നില്ല. 8-ൽ സ്ഥിതി ചെയ്യുന്ന രവിയുടെ ഫലമായി ശത്രുക്കളുമായി കലഹം, ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ, അനാരോഗ്യം എന്നിവയാണ് ഫലം. 5-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ സന്താനങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകും. പഠനത്തിൽ അലസത കാണിക്കും, ശ്രദ്ധിക്കേണ്ട സമയമാണ്. ബുധൻ 7-ൽ സഞ്ചരിക്കുന്ന സമയം പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും അത്ര നല്ല സമയമല്ല, കലഹങ്ങൾ ഉണ്ടാകാം. സെപ്റ്റംബർ 23-ന് ശേഷം ബുധൻ 8-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും. ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയം പ്രസിദ്ധിയും പ്രതാപവും കീർത്തിയും ലഭിക്കുന്ന സമയമാണ്. ഉദ്യോഗസ്ഥർക്കും വ്യാപാരികൾക്കും കുട്ടികൾക്കും ഒരേപോലെ വളരെ അനുകൂലമായ സമയമാണ്. ഈ സമയത്ത് മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. കുട്ടികൾ മത്സര പരീക്ഷകളിൽ വിജയിക്കും. കലാകാരന്മാർക്കും അനുകൂല സമയം തന്നെ. നിങ്ങൾക്ക് 7-ര ശനിയുടെ സമയമാണ്. ജന്മത്തിൽ നിൽക്കുന്ന ശനി ശാരീരികമായി ക്ലേശങ്ങൾ ഉണ്ടാക്കും. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു അത്ര നല്ല അനുഭവങ്ങളല്ല നിങ്ങൾക്ക് തരുന്നത്. 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ നിങ്ങൾക്ക് വളരെ നല്ല അനുകൂല ഫലങ്ങളാണ് തരുന്നത്. വാഹനം, വീട്, ആർഭാട ജീവിതം എന്നിവ പ്രതീക്ഷിക്കാം. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ആരോഗ്യം വളരെ മെച്ചമായിരിക്കും. വസ്ത്രാഭരണാദി ലാഭമുണ്ടാകും. പൊതുവെ കന്നിമാസത്തിൽ നിങ്ങൾക്ക് മധ്യമമായ ഫലമാണ് കാണുന്നത്. ദോഷപരിഹാരങ്ങൾക്കായി ശാസ്താവിന് നീരാഞ്ജനം, മഹാവിഷ്ണുവിന് പാൽപ്പായസം, ദേവീക്ഷേത്രത്തിൽ ദർശനം എന്നിവ നടത്തുക. അടുത്തതായി മീനൻ രാശി. പൂരിട്ടാതി, കാൽ, ഉത്തിരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. രവി 7-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യാപുത്രാദികൾക്ക് രോഗം, ദാമ്പത്യ സുഖക്കുറവ്, കലഹം, അലച്ചിൽ, ഉദരരോഗം എന്നിവയാണ് ഫലം. 4-ൽ നിൽക്കുന്ന ചൊവ്വയും നല്ല ഫലങ്ങൾ നൽകുന്നില്ല. മനോവിഷവും ശാരീരിക പീഡയും സ്ത്രീകളെ കൊണ്ടുള്ള ക്ലേശവുമാണ് ഉണ്ടാകുന്നത്. എന്നാൽ 6-ൽ സഞ്ചരിക്കുന്ന ബുധൻ വളരെ നല്ല ഫലങ്ങൾ തരുന്നു. എല്ലാ കാര്യങ്ങളിലും വിജയവും ധനലാഭവും കുടുംബസുഖവും വിദ്യാർത്ഥികൾക്ക് പഠന വിജയം നൽകും. സെപ്റ്റംബർ 23-ന് ശേഷം 7-ാം ഭാവത്തിലേക്ക് ബുധൻ സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലമായ ഫലമല്ല കിട്ടുന്നത്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. 10-ാം ഭാവാധിപനായ ഗുരു 3-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഗുരുവിൻ്റെ 3-ലെ സ്ഥിതി അത്ര നല്ല ഫലമല്ല തരുന്നത്. 8-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ സമ്പത്തും പ്രഭുത്വവും പ്രതാപവും നൽകും. രോഗമുക്തി ഉണ്ടാക്കും. ശത്രുക്കളുമായുള്ള വ്യവഹാരം പറഞ്ഞു ജയിക്കും. ബിസിനസ്സുകാർക്ക് മെച്ചമായ സമയമാണ്. വീട്, വാഹനം ഇവ കയ്യിൽ വരാൻ സാധ്യത കാണും. 7-ര ശനിയുടെ ആദ്യ പാദത്തിലാണ് മീനക്കൂറുകാർ. ആശുപത്രി ചെലവുകൾ ഉണ്ടാകാം. അപവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം. സ്ത്രീകൾക്കും പ്രണയിക്കുന്നവർക്കും സെപ്റ്റംബർ 23 വരെ മധ്യമമായ ഫലമാണ്. ശമനത്തിനു വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപ്പായസവും, ശാസ്താ ക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.